ഗ്രേ മിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ വന്നത് ധോത്തി മോഡലുള്ള ഒരു ബോട്ടമാണ് ചെയ്യുന്നത്. ഇന്ന് 2 മീറ്റർ തുണിയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ആ തുണീനെ നമുക്ക് നീളത്തിന് 2ആയി മടക്കിയിടണം. നീളത്തിന് 2ആയി മടക്കിയിട്ടു. അത് കഴിഞ്ഞ് ക്രോസായിട്ട് ഒന്ന് മടക്കുക. ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് മടക്കിടുമ്പോൾ അത് ക്രോസായി. എല്ലാ ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് ആ ബാക്കി കിടക്കുന്ന പീസിൽ നമുക്ക് ബാൻഡ് പീസ് എടുക്കാനുള്ളത് അതിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്താം. ഇത് 43 ഇഞ്ചാണ് ലെങ്ത് അടയാളപ്പെടുത്തുന്നത്. ഹൈറ്റുള്ള ആൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ലെങ്ത് എടുക്കുമ്പോൾ എപ്പോഴും ബാൻഡ് പീസിൻ്റെ നീളം കുറച്ചിട്ട് വേണം. ഇത് ബാൻഡ് പീസ് 3 ഇഞ്ചാണ് എടുക്കുന്നത്. സ്റ്റിച്ചിങ് ഉൾപ്പെടെ ഒരു 5 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ആ കോൺ വരുന്ന ഭാഗത്ത് അതിലൊരു 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് പിന്നെ താഴോട്ടൊരു 3 ഇഞ്ച് എടുക്കണം. ഇത് കാലിൻ്റെ നടുഭാഗം വരുന്ന വശത്താണ്, അരഭാഗത്തു നിന്നുള്ള നടുഭാഗം. അവിടെ നമുക്ക് കോണായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇത് പ്ലീറ്റിന് ഒരു പ്രത്യേക മടക്ക് വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ആദ്യം കാലിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് അത് ക്രോസായിട്ട് നിൽക്കുന്ന ഭാഗത്തേക്ക് കട്ട് ചെയ്തെടുക്കുക. ബാക്കി കിടക്കുന്ന പീസ് നമുക്ക് ബാൻഡ് പീസ് ചരടൊക്കെ അടിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി ആ കോണായിട്ട് വരച്ച ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തു. ഇനി മറ്റേ ആ കോൺ പോലെ വരുന്ന ഭാഗത്താണ് ആസ്തിനെ അടയാളപ്പെടുത്താനുള്ളത്. അത് ബോട്ടത്തിൽ സെൻറ്ററായിട്ട് തന്നെ ഭാഗമായിരിക്കും. അവിടെ ബാൻഡ് പീസിൻ്റെ നീളം കഴിച്ചുള്ള ഭാഗം എടുക്കുക. മൊത്തം 13 ഇഞ്ചാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇവിടെ ഒരു 10 അടയാളപ്പെടുത്തുക. സ്റ്റിച്ചിങ് ഉൾപ്പെടെ 10 അടയാളപ്പെടുത്തുക. അതിലൊരു 1.5 ഇഞ്ച് നീക്കിയിട്ട് വരയ്ക്കണം. മോൾ ഭാഗം അതേപോലെ തന്നെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്നൊരു ലൈൻ കൊടുക്കുക. അതിൻ്റെ ഭാഗത്തുനിന്ന് വളച്ച് വരച്ചു കൊടുക്കുക. വ്യാസം കറക്റ്റായിട്ടായി. ഇനി അത് കട്ട് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ. ബോട്ടത്തിൻ്റെ കട്ടിങ് കഴിഞ്ഞു. കോണായിട്ട് മുറിച്ചെടുത്ത ഭാഗമില്ലേ അവിടെ അടിച്ചെടുക്കണം. 1/2 ഇഞ്ച് സ്റ്റിച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതേപോലെ ഒരു പ്ലീറ്റ് പോലെ വരും. അതിലോട്ടാണ് നമുക്ക് പ്ലീറ്റ് വെച്ച് കൊടുക്കാനുള്ളത്. അടുപ്പിൻ്റെ ഭാഗത്തോട്ട് തിരിച്ച് വെച്ച് പ്ലീറ്റ് ഇടണം. പിന്നെ ബാൻഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. അരവണ്ണം അനുസരിച്ച് ബാൻഡ് പീസ് കട്ട് ചെയ്യണം. എന്നിട്ട് ആസൻ എത്രയെന്ന് 13 ഇഞ്ച് മതി. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റിച്ചിങ് ഉൾപ്പെടെയുള്ള ആ 10 ഇഞ്ച് എടുത്ത് ചെയ്യുന്ന ബാക്കിയുള്ളത് കണക്കാക്കി ബാൻഡ് പീസ് അടയാളപ്പെടുത്താം. ഇനി അത് കട്ട് ചെയ്തെടുക്കുക. ബാക്കിയുള്ള പീസിന് ചരടടി വെട്ടിയെടുക്കണം. അത് കഴിഞ്ഞു. ഞാൻ എൻ്റെ സെൻറ്ററിൽ ഒരു സിനോൾ ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും ഒരു 2 സിനോൾ കൂടി ഇട്ട് കൊടുക്കണം. കറക്റ്റാക്കി വെച്ചിട്ട് എന്താണ് ബാൻഡ് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു അവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം.
എന്നിട്ട് അടിച്ചെടുത്ത് ചരട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് അടിച്ചാൽ മതി. അപ്പോൾ എളുപ്പമാവും. ആ 2 കാലിനും കോണായിട്ട് വെച്ച ഭാഗങ്ങൾ തമ്മിൽ അടിച്ചു കൊടുക്കണം. അരേഞ്ച് സ്റ്റിച്ചിട്ട് അടിക്കണം കേട്ടോ. കട്ട് ചെയ്ത ഭാഗം വരെ അടിച്ചെടുക്കുക. എന്നിട്ട് പ്ലീറ്റ് ഇടുന്നത് ആ ഭാഗത്തോട്ട് ചേർന്നിരിക്കുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കണം. ഒരെണ്ണം ബാൻഡ് പീസ് എത്രയെന്ന് വെച്ചാൽ അതിന് കണക്കാക്കി സിലോട്ട് ഇതിൽ വെച്ച് കറക്റ്റാക്കി പോയാൽ മതി. ആ ഭാഗം അതേപോലെ തന്നെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതുപോലെ ഒരു മടക്ക് വരുള്ളൂ. ഇനി ആസനം വെട്ടിയ ഭാഗങ്ങളുണ്ട്, അത് 2 കാലിൻ്റെ പീസ് ഒന്നിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അരേഞ്ച് സ്റ്റിച്ചിട്ട് ആ വളഞ്ഞിരിക്കുന്ന വശം വരെ സ്റ്റിച്ചിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ബാൻഡ് പീസ് എങ്ങനെ തയ്ക്കണേ നോക്കാം. ഓപ്പൺ കൊടുക്കാനുള്ള ഭാഗം 1.5 ഇഞ്ച് നിർത്തിയിട്ട് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. നൂലിളകി പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ പതിച്ചടിക്കുന്നത്. രണ്ട് ഭാഗം അതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. ചരട് വെച്ച് കൊടുക്കണം. അത് ചരട് വെച്ച് കൊടുത്തിട്ട് ചരട് കൊള്ളാത്ത ഇതിൽ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇനി ആ കോണായിട്ട് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതാണ് യോജിപ്പിക്കേണ്ടത്. ഉൾഭാഗത്ത് സ്റ്റിച്ചിട്ട് കൊടുക്കാം. കട്ട് ചെയ്ത പാമ്പരിട്ട് കൊടുക്കുക. ആ 2 പീസും അതേപോലെ തന്നെ അടിച്ചു കൊടുക്കണം. ഇത് കാലിൻ്റെ സൈഡായിട്ട് തന്നെ ഭാഗമാണ്. ഇനി ആസനം തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കുക. ആ വളവ് വരെ അടിച്ചു കൊടുക്കണം. 2 ഭാഗം അതേപോലെ തന്നെ അടിച്ചെടുക്കണം. അത് കഴിഞ്ഞു. ഇനി കോണായിട്ട് കട്ട് ചെയ്ത ഭാഗവും ആണ് കാലിൻ്റെ സൈഡായിട്ട് വരുന്നത്. അവിടെ ബാൻഡ് പീസിൻ്റെ സിനോള് കറക്റ്റ് ആക്കുക. 4 ആക്കി എടുത്തതിൻ്റെ ഒരു ഭാഗം വെച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം കാലടിച്ചു കൊടുക്കാം. നമുക്ക് കാലിൻ്റെ അടിഭാഗം അടിച്ചു കൊടുത്തു. 2 അതേപോലെ തന്നെ ചെയ്യുക.
സ്റ്റിച്ച് ചെയ്ത ഭാഗത്തു നിന്ന് ഇനി ബാൻഡ് പീസ് പിടിച്ചു കൊടുക്കുക. പ്ലീറ്റ് ഇതേപോലെ ഇട്ട് കൊടുക്കുക. 1 ഇഞ്ച് വീതിയിൽ അരവണ്ണം എത്രയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്ലീറ്റ് കണക്കാക്കണം. വീതിയിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇനി ഭംഗിയിട്ടുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് മുഖാമുഖം നിൽക്കുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതേപോലെ ഒരു മടക്ക് വരുള്ളൂ. അത് സെൻറ്റർ ബാക്കും ഫ്രണ്ടുമായിട്ട് സെൻറ്റർ വരുന്ന ഭാഗങ്ങളാണ്. പിന്നെ അതിൻ്റെ നടുക്കൊരു സീലോട്ട് ഇട്ട് കൊടുക്കുക. കറക്റ്റാക്കി വെച്ചിട്ട് അവിടെയാണ് ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് അടിച്ചു കൊടുക്കുക, പിടിപ്പിച്ച് നേരെ പറഞ്ഞ വിധത്തിൽ വെച്ച് കൊടുക്കാനുള്ളത്. അത് കാലിൻ്റെ സൈഡായിട്ട് വരും. സെൻറ്ററിലല്ല കട്ടിങ് വരേണ്ടത്, ചുരുക്കി വരേണ്ടത് സൈഡിൽ വരണം. അപ്പോൾ സൈഡിൽ സീനോളിട്ട ഭാഗം കറക്റ്റാക്കി വെച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക എളുപ്പത്തിൽ. അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ വി കട്ട് വരുന്ന ഭാഗത്തോട്ട് പ്ലീറ്റ് വെച്ച് കൊടുക്കുക. വീതിയിലിട്ട് കൊടുക്കണം. 1 ഇഞ്ച് വീതിയിലിട്ട് കൊടുക്കുക. ഇപ്പോഴും അരവണ്ണം കണക്കാക്കണം കേട്ടോ. പ്ലീറ്റ് ഇടുമ്പോഴേക്കും എല്ലാ ഭാഗവും ഒരേപോലെ വണ്ണത്തിൽ തന്നെ വെച്ച് കൊടുക്കണം. അങ്ങനെ ആസൻ കട്ട് ചെയ്ത ഭാഗം സെൻറ്ററാക്കി വരുന്ന വിധത്തിൽ പ്ലീറ്റ് ഇട്ട് വെച്ചു. അപ്പോൾ അത് ആ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞ് ഇനി മറ്റേ സൈഡിലോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെൻറ്ററും ആസൻ കട്ട് ചെയ്ത ഭാഗം കൂടി ഒന്നിച്ച് വെച്ചിട്ട് ഈ ഭാഗത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇടുമ്പോഴാണ് പ്ലീറ്റ് ഇങ്ങനെ റൗണ്ടായിട്ട് വരുള്ളൂ. അപ്പോൾ സൈഡിൽ കാലിൻ്റെ സൈഡിൽ ഇങ്ങനെ മടങ്ങി കിടക്കും. അവ 2 ഭാഗം ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ മൊത്തം ബാൻഡ് പീസിൽ പ്ലീറ്റ് ഇട്ട് പോകാം 2 ഭാഗം. എന്നിട്ട് കാല് തമ്മിൽ യോജിപ്പിക്കാം. സെൻറ്റർ കണക്കാക്കിയിട്ട് ഒന്നിച്ച് വെച്ച് അടിച്ചു പോകാം. ഒരു ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പോവാം. സെൻറ്റർ കൂടി പിടിക്കണം. എന്നിട്ട് അടിച്ച് പോയാൽ മതി. അപ്പോൾ എളുപ്പമായും കാലിൻ്റെ അടിഭാഗം അതേപോലെ പിടിച്ചിട്ട് ഒന്നിച്ച് വെച്ച് ഈ ഭാഗത്തോട്ട് തീർക്കുക. തയ്ച്ചു കഴിഞ്ഞു. ഇതേപോലെ ഇരിക്കും തയ്ച്ചു കഴിയുമ്പോൾ. ഇത് സൈഡാണ് കാണുന്നത്. ഇനി വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.